പല്ല് കുത്തരുത്. ഇത് പറയുമ്പോൾ പലരും വിചാരിക്കുക അതെന്നാ പല്ല് കുത്താൻ പാടില്ലാത്ത, ഞങ്ങൾ എത്ര വർഷമായിട്ട് പല്ല് കുത്തുന്നതാണ്, ഞാൻ പല്ല് കുത്തി കൊണ്ട് നടക്കുന്ന ആളാണ്, ഞങ്ങളുടെ അപ്പൂപ്പം പല്ല് കുത്തിയായിട്ട് നടന്നതാണ്, അവർക്ക് പല്ലുണ്ടായിരുന്നു. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്താണ് ഈ പറയണമെന്ന്. പലരും ഉപയോഗിക്കുന്ന സാധനം പല്ല് കുത്തിയാണ്. അത് സാധാരണ തടിയും കൊണ്ടുണ്ടാകുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഈർക്കിലി, ഇതൊക്കെ വെച്ചാണ് പല്ല് കുത്തുന്നത്. പല്ല് കുത്തുന്നത് എന്തിനാണ്? അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കയറുമ്പോഴാണ് പല്ല് കുത്തുന്നത്. പിന്നെ ചിലരൊരു രസത്തിന് വേണ്ടി ഒരു ഭക്ഷണം കയറിയില്ലെങ്കിൽ വെറുതെ കഴിയുമ്പോൾ ഒരു മസാജ് പോലെ പല്ലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഈർക്കിലി അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്ക് എന്നുള്ളതൊക്കെ വുഡിൻ്റെ സാധനമാണ്. നിങ്ങൾ കാണാതെ തന്നെ സൂക്ഷ്മമായി അതിനകത്ത് ചില ഫൈബേഴ്സ് പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നാരുകളൊക്കെ എഴുന്നേൽപ്പുണ്ടാവും. ഇത് കുത്തിക്കഴിയുമ്പോൾ ആ മോണയിലൊക്കെ ഇച്ചിരി അകത്തിരിപ്പുണ്ടാവും. അപ്പോൾ അത് മോണരോഗത്തിന് കാരണമാകാവുന്ന ഒരു കാര്യമാണത്. അപ്പോൾ കാരണം വെച്ചാൽ ഈ വുഡൊക്കെ അതിനകത്ത് കയറി കഴിയുമ്പോൾ ശരീരം അതെടുത്ത് പുറത്ത് കളയാൻ നോക്കും. ശരീരം അതെടുത്ത് കളയുന്നതിൻ്റെ കൂടെ അതിന് ചുറ്റുമുള്ള സെല്ലിനെ കൂടെ എടുത്ത് കളയും. അപ്പോൾ നിങ്ങളുടെ മോണയുടെ അത്രയും ഭാഗം പോവും. അതുകൊണ്ട് നാരുകളുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നാരോ അല്ലെങ്കിൽ ഈവൻ വുഡിൻ്റെ നാരോ ഈർക്കിലിയുടെ നാരോ എന്നൊന്നും ശരീരത്തിനറിയില്ല. അതിനകത്ത് നാര് കയറി അതെടുത്ത് കളയും. അതിനുവേണ്ടി ഇത് ചെയ്യും. ഇനി ഭക്ഷണം ഇടയ്ക്ക് കയറിയാൽ അതെടുത്ത് കളയണമെങ്കിൽ ഫ്ലോസ് എന്ന് പറയുന്ന സാധനമാണ് ഉപയോഗിക്കുന്നത്. ഡെൻ്റൽ ഫ്ലോസ് എന്ന് പറയുന്ന സാധനമാണ് ഉപയോഗിക്കാൻ പറഞ്ഞത്. അതിന് പകരം നൈലോണിൻ്റെ നൂലൊക്കെ വെച്ച് ചിലരെടുത്ത് കളയാറുണ്ട്. നല്ല നൂലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിനകത്തും ചില നാരുകളൊക്കെ ഉണ്ട്. ഫ്ലോസിലുള്ള നാരുകൾ അതിനകത്ത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയാണ് വാക്സ്ഡ് ഫ്ലോസ് തരുന്നത്. വാക്സ് എന്തിനാണ് ഫ്ലോസിനകത്ത് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, വാക്സ് അവിടെ ഉണ്ടെങ്കിൽ ഫ്ലോസിനകത്ത് നാരുകൾ പല്ലിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വാക്സ്ഡ് ഫ്ലോസസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലോസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇനി ഫ്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഇത് പല്ലിൻ്റെ ഇടയ്ക്ക് ഒത്തിരി വർഷം കയറുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഫ്ലോസ് ചെയ്യാൻ ആൾക്കാർ പറയും. ഫ്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോസ് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പല്ല് കുത്തുന്നതുകൊണ്ടോ ഈ പല്ലിൻ്റെ അകത്തേക്ക് ഈ മോണയ്ക്കകത്തേക്കൊക്കെ ഭക്ഷണത്തിൻ്റെ ചെറിയ ചെറിയ തരികളൊക്കെ അകത്ത് പോകാനും അതെടുത്ത് കളയാൻ വേണ്ടി മോണരോഗം വരികയും മോണരോഗത്തിൻ്റെ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ മോണ ഇറങ്ങി പോകാനുള്ള സാധ്യതകൾ ഇതൊക്കെ ഉണ്ട് താനും. അപ്പോൾ ഭക്ഷണം ഇടയ്ക്ക് കയറുന്നുണ്ടെങ്കിൽ അതൊരു ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ച് കൃത്യമായിട്ട് ഇടയ്ക്ക് കയറാത്തതുപോലെ വൃത്തിയാക്കേണ്ടത് ആവശ്യമുണ്ട്. സ്ഥിരമായിട്ട് കയറുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒരു മാങ്ങ വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നാര് കയറിയെന്നോർത്ത് ഡോക്ടറിൻ്റെ ഇടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. അതിന് ഫ്ലോസ് ഉപയോഗിക്കാം, എന്നിട്ട് അത് വൃത്തിയാക്കാം, അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് പുറത്താക്കാം. പക്ഷേ സ്ഥിരമായിട്ട് ഭക്ഷണം ഇടയ്ക്ക് കയറുന്നുണ്ട്, ഇറച്ചി കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മുരിങ്ങാക്കോല് കഴിച്ചാൽ അതെല്ലാം അകത്ത് കയറുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കാണിച്ച് അതിന് കൃത്യമായിട്ട് ചികിത്സ ചെയ്ത് ഓൺലേ ക്രൗൺ അല്ലെങ്കിൽ ചിലപ്പോൾ ഫില്ലിങ് ഇതെല്ലാം ചെയ്ത് നമുക്കതിനെ ശരിയാക്കി എടുക്കാൻ പറ്റും. അത് എത്രത്തോളം മോശമാണെന്ന് നോക്കി അതനുസരിച്ചുള്ള ചികിത്സ ചെയ്താൽ പൂർണ്ണമായിട്ടും ഭക്ഷണം ഇടയ്ക്ക് കയറാൻ പറ്റാത്തതുപോലെ നമുക്കതിനെ ആ പല്ലിനെ കൃത്യമായിട്ട് ക്രമീകരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഭക്ഷണം അവിടെ ഇടയ്ക്ക് കയറാതാക്കാൻ സാധിക്കും. അതുകൊണ്ട് പല്ലിൻ്റെ ഇടയ്ക്ക് കയറുമ്പോൾ പല്ലിൻ്റെ ഇട കുത്തരുത്. കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. പിന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു വലിയൊരു സാധനമുണ്ട്, സേഫ്റ്റി പിൻ. അതിൻ്റെ അറ്റത്ത് സേഫ്റ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ട് സേഫ്റ്റി പിൻ ഒരിക്കലും സേഫല്ല. പല്ലിൻ്റെ ഇട കുത്താൻ സേഫ്റ്റി പിൻ സേഫല്ല. നമ്മുടെ തുണിയിൽ കുത്താൻ മാത്രം അത് സേഫാണ്. കാരണം അത് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മേത്ത് കൊള്ളൂലാത്തുന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് സേഫ്റ്റി എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലാതെ പല്ലിൻ്റെ ഇട കുത്താൻ സേഫ്റ്റി പിൻ സേഫല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ, പല്ലിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പല്ല് ഡോക്ടറെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാൻ മറക്കരുത്.